മനോഹരൻ മംഗളോദയം എഴുതിയ ട്വിസ്റ്റുകൾ കൊണ്ട് അമ്മാനമാടുന്ന റേസ് സീരീസിലെ മറ്റൊരു ചിത്രം. അതെ, മസിൽമാൻ സല്ലുഭായിയുടെ മറ്റൊരു അപരാധം. അപ്പൊ അനിലേട്ടന്റെയും കൂട്ടുകാരനെ പഴയ കാലം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അനിലേട്ടനും കൂട്ടുകാരൻ രഞ്ജോടും കൂടി ഒരു കൊച്ചു ആംസ് ഫാക്ടറി നടത്തുകയാണ്. രഞ്ജോടിന്റെ മകനാണ് നമ്മുടെ സല്ലുഭായി. അങ്ങനെ അവരുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കണ്ടേ എന്നും പറഞ്ഞ് അവരുടെ ശത്രുക്കൾ രഞ്ജോടിനെ കാറിൽ ബോംബ് വെച്ച് കൊല്ലുന്നത്. അതോടെ അനിലേട്ടൻ സുമിത്രേനെ സല്ലുഭായിയെയും കൂട്ടി അബുദാബിയിലേക്ക് സ്ഥലം വിടും. തന്റെ ഉറ്റ സുഹൃത്തായ രഞ്ജോടിന്റെ ഭാര്യ സുമിത്രയുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അനിലേട്ടൻ അവർക്കൊരു ജീവിതം കൊടുക്കാമെന്നും പറഞ്ഞ് അവരെങ്ങ് കല്യാണം കഴിക്കും. കൂട്ടുകാരനോട് എന്തൊരു സ്നേഹം. അങ്ങനെ അനിൽ കപൂറിന് സുമിത്രയ്ക്കുമുണ്ടായ ട്വിൻസ് ആണ് സൂരജും സഞ്ജനയും. വെറുതെ നാട്ടുകാരെ പഞ്ഞിക്കിടുക, പ്ലേ ബോയ് കളിക്കുക, ചുമ്മാ തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുക, ഇതൊക്കെയാണ് സൂരജിന്റെ ഹോബികൾ. സീറോ ഗ്രാവിറ്റിയിൽ പോയി ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കുക, മാർഷൽ ആർട്സിൽ മെയിൻ ആണെന്ന് കാണിക്കാൻ കണ്ടവനെയൊക്കെ പിടിച്ച് തല്ലുക, കാല് കവച്ച് വെച്ച് ടൈഗറിന്റെ അനിയത്തിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് സഞ്ജനയുടെ ഹോബികൾ. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായി ജീവിച്ചു പോവുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. അനിലേട്ടൻ അവിടുത്തെ വലിയൊരു ആയുധ നിർമ്മാതാവായി മാറും. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. അങ്ങനെ ഒരു ദിവസം അനിലേട്ടന്റെ ശത്രുവായ റാണ അനിലേട്ടനെ തട്ടാൻ ആളെ വിടും. പക്ഷെ അനിലേട്ടനല്ലേ ആള്. അങ്ങേര് കാറിന്റെ ഡോർ തുറന്ന് ഒരുത്തനെ ഇടിച്ചിടും. വേറൊരുത്തിന്റെ ബൈക്കിന്റെ ടയറിൽ വെടിവെച്ച് അവനെ മറിച്ച് താഴെയിടും. മറ്റൊരു വ്യാളിയെ ഒരു ആവശ്യവുമില്ലാതെ സൺറൂഫ് തുറന്ന് അതിന്റെ മുകളിലൂടെ കഷ്ടപ്പെട്ട് വലിച്ചകത്ത് കയറ്റി മുഖത്തിടിച്ച് കളിക്കും. ഡേ ഹെൽമെറ്റ് ഇട്ട് അകത്ത് വന്നവന്റെ മുഖത്ത് എങ്ങനെയാടാ ഇങ്ങനെ അടിക്കുന്നേ? ഹെൽമെറ്റ് വലിച്ചു ഊരിട്ട് അടിക്കടേ. അനിലേട്ടൻ ഇവനെ എടുത്ത് പുറത്തെറിയുമ്പോഴും ഇവന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. ഡയറക്ടർ സാർ, നോക്കി ചെയ്യണ്ടേ സാർ, ചുമ്മാ ഒന്ന് തള്ളിയിടേണ്ട കാര്യമല്ലേ ഉള്ളായിരുന്നു. എന്നിട്ട് കാർ വട്ടമിട്ട് തന്റെ നേരെ വരുന്ന അടുത്ത ഗുണ്ടയുടെ നേരെ വെടിവെച്ചതും അവൻ അങ്ങ് ചുമ്മാ പൊട്ടിത്തെറിക്കും. വെടികൊണ്ട് അവനങ്ങ് മറിഞ്ഞു വീണ് ചത്താലും കുഴപ്പമില്ല. ഇതിപ്പോ ഒരുമാതിരി വെടിമരുന്ന് ദേഹത്ത് മുഴുവൻ തേച്ച് വെച്ചതുപോലെയാണ് അവനങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. എന്നടാ പണ്ണി വെച്ചിറക്കെ. ഡാഡിയെ ആക്രമിച്ചെന്ന് അറിഞ്ഞതും ദേഷ്യം വന്ന അനിലേട്ടന്റെ പിള്ളേരെ വെക്കടാ വെടിയെന്ന് പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെ റാണയുടെ സ്ഥലത്തേക്ക് പോയി വെടി വെച്ച് കളിക്കും. ഇവനാണെങ്കിൽ അടി നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കങ്കുവനെ പോലെ ചുമ്മാ അലറി വിളിക്കുകയാണ്. ഇവളാണെങ്കിലോ സ്വന്തം തുണി വരെ വലിച്ചു കീറുകയാണ്. അടിയുടെ ഇടയ്ക്ക് തുണി വലിച്ചു കീറുന്നവളെ ആദ്യമായിട്ടാ കാണുന്നത്. ഡേയ് ഇത് വെടിവെപ്പ് തന്നെയല്ലേ? അതിനിടയിൽ തോക്കിന്റെ കൂടെ ചെറുതായിട്ട് തീർന്ന അവർ എന്ത് ചെയ്യുമെന്നറിയാതെ മൂഞ്ചി തെറ്റി എവിടെയോ കയറി ഒളിച്ചിരിക്കും. വല്ല കാര്യവും ഉണ്ടായിരുന്നോ ചങ്ങാതി? ചുമ്മാ വല്ല ബാറിലും പോയി രണ്ടെണ്ണം അടിച്ചിരുന്നാ പോരായിരുന്നോ? അപ്പോഴാണ് തന്റെ സ്റ്റെപ്പ് ബ്രദർ സ്റ്റെപ്പ് സിസ്റ്ററും ശത്രുക്കളുടെ കയ്യിൽ പെടാനായി പോയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ദിവ്യദൃഷ്ടിയിൽ അറിഞ്ഞ സല്ലുഭായി ഒരു 19 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ വലിഞ്ഞു കയറി ബാറ്റ്മാന്റെ വേഷവും വാടകയ്ക്കെടുത്ത് മാനത്തേക്ക് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് തന്റെ സ്റ്റെപ്പ് സഹോദരങ്ങൾ ആപത്തിൽപ്പെട്ടതറിഞ്ഞതും ടോം ക്രൂസിനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങേരെ എടുത്ത് ചാടുന്നത് പോലെ ഒറ്റ ചാട്ടമാണ്. എന്നിട്ട് ഒരു കിളി പറന്നു പോകുന്ന ലാഘവത്തിൽ പറന്ന് കറക്റ്റായിട്ട് അവർ നിൽക്കുന്ന ഗോഡൌണിന്റെ മേൽക്കൂരയും പൊളിച്ച് രണ്ടുപേരെ ഇടിച്ചു വീഴ്ത്തി അങ്ങ് ലാൻഡ് ചെയ്യും. പിന്നെ സല്ലുഭായ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇൻട്രോ വരും. അങ്ങനെ അവിടെയുള്ളവരെയൊക്കെ സല്ലുഭായ് വെടിവെച്ച് കൊല്ലുന്നതിനിടയ്ക്കാണ് ഒരു ആവശ്യവുമില്ലാതെ വേറൊരു വ്യാളി ബൈക്കിൽ പറന്നു വന്ന് എയറിൽ വെച്ചൊന്ന് മലക്കം മറിഞ്ഞ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. ആരടാ ഇതൊക്കെ? ഇവനെയൊക്കെ ആരാ വിളിച്ചു വരുത്തിയേ? അത് മറ്റാരുമല്ല, സല്ലുവേട്ടന്റെ ഇടം കൈയായ ബോബി അണ്ണനാണത്. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. എന്തിനാടാ ഇങ്ങനെ വിമാനം പറന്ന പോലെ വരുന്നത്? മര്യാദയ്ക്ക് ഓടിച്ചോണ്ട് പോടാ. അതിനല്ലേ രണ്ട് വീലൊക്കെ കമ്പനി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു മൊണ്ണ. എന്നിട്ട് എല്ലാവരും കൂടി അവിടെയുള്ളവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ അനിലേട്ടൻ തന്റെ പ്രോപ്പർട്ടിയൊക്കെ വീതം വയ്ക്കുകയാണ്. തന്റെ ഇരട്ടക്കുട്ടികളായ സൂരജിനും സഞ്ജനയ്ക്കും 50%, സ്റ്റെപ്സൺ സല്ലുഭായിക്ക് 50%. അനിലേട്ടന്റെ ജീവനാണ് സല്ലു. സല്ലു കഴിഞ്ഞ അനിലേട്ടനെ തന്റെ മക്കൾ പോലും ഉള്ളൂ. പക്ഷെ കാശിന്റെ കാര്യമല്ലേ, അനിലേട്ടന്റെ മക്കൾക്ക് അതൊട്ടും ഇഷ്ടമായില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറിയ മസലളിയും സല്ലുവിന് 50% കൊടുക്കില്ല എന്നും പറഞ്ഞ് സല്ലുവിനിട്ടൊരു പണി കൊടുക്കാൻ അവർ ആലോചിക്കും. പക്ഷെ നമ്മുടെ സല്ലുഭായ് ആണെങ്കിൽ ഏതോ ഹോട്ടലിൽ ഊശാൻ താടിയും വെച്ച് വളച്ചെടുത്ത ജാക്വലിനുമായി കാട്ടിലും മേട്ടിലും ഡാൻസ് കളിച്ച് നടക്കുകയാണ്. ഈശ്വര, ഈ മസിലിലും പ്രണയമോ? ഇതെന്താ പാമ്പാട്ടിയോ? വല്ലാത്ത സ്റ്റെപ്പുകളൊക്കെ തന്നെ. പക്ഷെ ഡാൻസും കഴിഞ്ഞ് മുറിയിലെ പരിപാടിയും കഴിഞ്ഞ് ജാക്വലിന് ഒരു കത്തെഴുതി വെച്ച് സ്ഥലം വിടും. അങ്ങനെ ഒരു പാർട്ടിക്കിടയിലാണ് അത് സംഭവിക്കുന്നത്. സല്ലുവിന്റെ ബോഡി ഗാർഡ് ബോബി തന്റെ കാമുകിയെ സല്ലുവിന് പരിചയപ്പെടുത്തും. സല്ലുഭായ് നോക്കിയപ്പോ അത് മറ്റാരുമല്ല, തന്നെ തേച്ചിട്ട് പോയ ജാക്വലിൻ. അത് കണ്ട സല്ലുഭായ് തകർന്നു പോകും ഗൈസ്. പക്ഷെ ജാക്വലിനെ മറക്കാൻ സാധിക്കാത്ത സല്ലുഭായ് എല്ലാവരെയും കൂട്ടി ഒരു ഡാൻസ് അങ്ങ് കളിക്കും. എന്തൊട്ട് ഡാൻസ് സ്റ്റെപ്പാടാ ഇത്! ഇങ്ങേരുടെ ഈ മുക്കിയുള്ള ഡാൻസ് കണ്ടാ നമുക്ക് മാറിയിരുന്ന് മുക്കാൻ തോന്നും. ഇതിലും നല്ല സ്റ്റെപ്പ് ഇവിടെ ഞങ്ങളുടെ ടോവിനോ കളിക്കും. പക്ഷെ ഡാൻസ് കഴിഞ്ഞതും മൂടായി നിന്ന് സല്ലുഭായ് അവളെ നൈസായിട്ട് സെക്യൂരിറ്റി റൂമിലേക്ക് വിളിക്കും. എന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സല്ലുഭായ് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കും. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. പക്ഷെ ബോബി അപ്പുറത്ത് നിൽപ്പുണ്ടല്ലോ എന്ന് കരുതി ജാക്വലിൻ ടാറ്റ പറഞ്ഞു പോകും. പക്ഷെ അനിലേട്ടന്റെ ഇരട്ടക്കുട്ടികൾ സെക്യൂരിറ്റി റൂമിൽ തന്നെ ക്യാമറ വെച്ച് സല്ലുഭായിയുടെ കുൽസിതം റെക്കോർഡ് ചെയ്യും. എന്നിട്ടത് ബോബിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ബോബി അങ്ങ് മൂപ്പിക്കും. അത് കണ്ട ബോബി തന്റെ സൂപ്പർ കാറും എടുത്ത് ജാക്വലിൻ നിൽക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് പേ പിടിച്ച പട്ടിയെ പോലെ അവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ സല്ലുഭായ് അവിടെ കട്ടിലിനടിയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുകയാണ് പാവം.
ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ എന്റെ തലയിലാവും. ഓ എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. പക്ഷെ ബോബി ഉദ്ദേശിച്ച പോലെ തന്നെ എവിടെ ഒന്ന് ആ മുറിയിൽ സല്ലുഭായി പ്രത്യക്ഷപ്പെടും. മാറി നിക്കടി പുല്ലേ എന്നും പറഞ്ഞ് ബോബി നേരെ സല്ലുവിനെ തല്ലാൻ ചെല്ലും. മോനെ അടങ്ങ്. പക്ഷെ അപ്പോഴാണ് സല്ലുഭായി ആ ട്വിസ്റ്റ് ബോബിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സല്ലുവിനെയും ബോബിയും തമ്മിൽ തെറ്റിക്കാൻ അനിലേട്ടന്റെ മക്കളെ ഇറക്കിയ മുതലാണത്രേ ജാക്കുലിൻ. അത് കേട്ടതും എല്ലാം ക്ഷമിച്ച് ബോബി പിന്നെയും സല്ലുവിന്റെ സൈഡാകും. അപ്പോഴാണ് അനിലേട്ടന്റെ കൂട്ടുകാരൻ വന്ന് ആ ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെല്ലാം തുണ്ട് പരിപാടി നടത്താൻ മനാലിയിലെ ഒരു ഹോട്ടലിൽ പോകാറുണ്ടത്രേ. ഹോട്ടൽ മുതലാളി അവരുടെ തുണ്ട് വീഡിയോ എല്ലാം സ്റ്റോർ ചെയ്ത് ഒരു ഹാർഡ് ഡിസ്കിലാക്കി കംബോഡിയയിലുള്ള ഒരു ബാങ്കിന്റെ ലോക്കറിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അനിലേട്ടനും പിള്ളേരും കൂടി തുണ്ട് ഡ്രൈവ് ഓട്ടിക്കാനായി പ്ലാൻ ഉണ്ടാക്കും. ആ തുണ്ട് വെച്ച് വിലപേശി രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ കംബോഡിയയിലെത്തിയ സല്ലുഭായി ഇനിയെങ്ങാനും പോലീസ് പിടിച്ചാലോ എന്ന് കരുതി ബോബിയെയും സൂരജിനെയും സഞ്ജനെയും ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാൻ പറഞ്ഞു വിട്ടിട്ട് അങ്ങേരി പോയി ജാക്കുലുമായി ഒരു ഡാൻസ് അങ്ങ് കളിക്കും. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഹാർഡ് ഡിസ്കും കൊണ്ട് അവർ 3 പേരും കൂടി ടാറ്റ കാണിച്ച് സല്ലുവിനെയും മുഞ്ചിച്ച് അവിടെ നിന്ന് സ്ഥലം വിടുന്നത്. അതായത് ബോബിയും പിള്ളേരും ജാക്കുലിനും ഒരേ സൈഡാണ്. അതിലെ സഞ്ജനയും ബോബിയും തമ്മിൽ കടുത്ത പ്രേമത്തിലും. അതിനിടയിൽ ബോബിയും പെണ്ണും കൂടി ഒരു സോങ്ങിനും അങ്ങ് പോകും. ഇവളാണെങ്കിൽ നമ്മുടെ ടൈഗറിന്റെ അനിയത്തിക്ക് പഠിക്കുന്നതുകൊണ്ട് സോങ്ങിൽ പോലും കവച്ച് വെച്ച് കളിയാണ് ഇവളുടെ പണി. ബോബി എങ്ങനെ കൺട്രോൾ ചെയ്യുമോ എന്തോ. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. അങ്ങനെ കംബോഡിയയിലെ പട്ടാളം ഏതോ കാട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന സല്ലുഭായി തോക്കെടുത്ത് എല്ലാവരെയും വെടിവെച്ച് ഒരു ആവശ്യവുമില്ലാതെ ഒരു ബൈക്ക് എടുത്ത് ചുമ്മാ വട്ടം കറക്കി അവിടെ നിന്ന് സ്ഥലം വിടും. സല്ലുവിന്റെ പുറകെ വെടിയും പുകയുമായി ആ പട്ടാളക്കാരുണ്ട്. അതിനിടയ്ക്ക് ഒരുത്തിനെ സല്ലു തള്ളിയിട്ടതും അവൻ പോയി ഒരു ഷെഡിന്റെ മണ്ടയ്ക്ക് പോയി വീഴും. അവൻ ചെന്ന് വീഴാൻ കാത്തിരുന്നത് പോലെ ഒരു ആവശ്യവുമില്ലാതെ അതങ്ങ് പൊട്ടിത്തെറിക്കും. എന്തോന്നടാ ഇത്. സല്ലുവിന്റെ പുറകെ വെച്ച് പിടിച്ച് ബൈക്കിൽ പട്ടാളക്കാരുണ്ട്. അതിന് പുറകെയാണ് മെഷീൻ കണ്ണുമായി വേറെ പട്ടാളക്കാര്. എന്നിട്ട് അവന്മാര് മെഷീൻ കണ്ണ് വെച്ച് തുരുതുരാ വെടി. അല്ല ചങ്ങാതി, ഇങ്ങനെ വെടിവെച്ചാ നിങ്ങളുടെ മുന്നേ പോണ നിങ്ങളുടെ പട്ടാളക്കാർക്കിട്ട് തന്നെയല്ലേ കൊള്ളുക. എന്നിട്ടോ ഇവന്മാർ ഏത് ഷെഡ് ഇടിച്ച് പൊടിച്ചാലും പൊട്ടിത്തെറിക്കും. ഇവന്മാരുടെ ഷെഡിലല്ല, ഇവന്മാര് തന്നെ മൈൻ കുഴിച്ചിട്ടിട്ട് ഇവന്മാര് തന്നെ കയറിച്ചാകും. ഏതടാ ഇവന്മാര്? ആരുടെ സ്ക്രിപ്റ്റ് റൈറ്റർ? ഇതാണോ കംബോഡിയൻ പട്ടാളം? ഇവന്മാര് മിസൈൽ വിടും, തുരുതുരാ വെടിവെക്കും. എന്നിട്ട് സല്ലുഭായിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. നാണം തോന്നിയ മിസൈൽ പോയി മരത്തെ മറിച്ചിട്ട് അങ്ങനെയെങ്കിലും ഈ കാലമാടം ചാകട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ സല്ലുവല്ലേ ആള്. സല്ലു ബൈക്ക് കിടത്തി വളച്ച് അതിന്റെ അടിയിൽ കൂടി അങ്ങ് പോകും. എന്നിട്ട് മിന്നൽ മുരളിയെ പോലെ അതുവഴി വന്ന ലോറിയിൽ കയറി പോകും. അപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ്. ലോറി ഓടിക്കുന്നത് നമ്മുടെ ജാക്കുലിൻ. അതായത് ജാക്കുലിൻ സല്ലുവിന്റെ ആളായിരിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ലോറി കൊക്കയിൽ ചാടിച്ച് അതിന്റെ മുകളിലെ ഹോളിൽ കൂടി ചാടി പുറത്തെത്തി ഒരു വവ്വാലിനെ പോലെ പറക്കും. എന്റെ അമ്മോ, എന്തൊരു വെറുപ്പിക്കലാണോ എന്തോ. ഇവന്മാരുടെ ചന്തിക്കടിയിൽ വല്ല റോക്കറ്റും വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. അല്ല പിന്നെ എങ്ങനെയാടെ ലോറിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വരാൻ പറ്റുക? ശേഷം അനിലേട്ടൻ കിട്ടിയ തുണ്ടു വീഡിയോസ് എല്ലാം കണ്ട് മൂടായി അതിലെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി സല്ലുവിനെയും കൂട്ടി മീറ്റിംഗിന് പോവുകയാണ്. പെട്ടെന്നാണ് സല്ലുവിന്റെ കാർ ബോംബ് പൊട്ടി കത്തി ചാമ്പലാകുന്നത്. അതേ ഗൈസ്, സല്ലു ഇസ് നോ മോർ. സല്ലു മരിച്ചു. ഞാനിതെങ്ങനെ സഹിക്കും? അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് സല്ലുവിനെ കൊല്ലാൻ ബോംബ് വെച്ചത് മറ്റാരുമല്ല, അനിലേട്ടൻ തന്നെ. മാത്രമല്ല പണ്ട് സല്ലുവിന്റെ അച്ഛൻ റഞ്ചോടിനെ കൊന്നതും അനിലേട്ടൻ തന്നെ. ഈ പടത്തിന്റെ പേര് റേസ് എന്ന് മാറ്റി ട്വിസ്റ്റ് എന്ന് വല്ലതും ആക്കാമായിരുന്നു. അത്രയ്ക്ക് ട്വിസ്റ്റുകളാണ്. അങ്ങനെ അനിലേട്ടനും സൂരജും സഞ്ജനയും എല്ലാവരും കൂടി മന്ത്രിമാരുമായുള്ള മീറ്റിംഗിലെത്തും. നിങ്ങളുടെ സ്റ്റേറ്റ്സിലെല്ലാം ഡ്രഗ്സും ഇല്ലീഗൽ വെപ്പൺസും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നില്ലെങ്കിൽ നിങ്ങളുടെ തുണ്ട് വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞ് അനിലേട്ടൻ ആ ഹാർഡ് ഡിസ്ക് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യും. പക്ഷെ അപ്പോൾ തുറന്നു വരുന്നത് സല്ലുവിന്റെ അമ്മയായ സുമിത്രയുടെ വീഡിയോ ആണ്. അപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ്. അതായത് സൂരജും സഞ്ജനയും അനിലേട്ടന്റെ മക്കളല്ല, റഞ്ചോടിന്റെ മക്കളാണ്. അതായത് സല്ലു ഇവരുടെ സ്വന്തം സഹോദരനാണ്. കൂടാതെ അനിലേട്ടന്റെ യഥാർത്ഥ മകൻ ബോബിയാണത്രേ. അതായത് സല്ലുവിന്റെ ഫാമിലി സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അനിലേട്ടൻ ഈ കളികളൊക്കെ കളിച്ചത്. അങ്ങനെ ബോബിയും അനിലേട്ടനും കൂടി സൂരജിനെയും സഞ്ജനയും അടിച്ച് പിമ്പിരിയാക്കുന്നതിനിടയിൽ പിന്നെയും ട്വിസ്റ്റ്. അതായത് സല്ലു തിരിച്ചെത്തിയിരിക്കുന്നു. ആ ബോംബ് പൊട്ടിത്തെറിയിൽ സല്ലു മരിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സല്ലുഭായിക്ക് 10 കൊല്ലം മുന്നേ അറിയാമായിരുന്നു. കൂടാതെ ആ ഹാർഡ് ഡിസ്കിൽ സുമിത്രയുടെ വീഡിയോ വെച്ചതും സല്ലുഭായ് തന്നെയാണത്രേ. എന്റെ പൊന്നു സല്ലു, എങ്കിൽ പിന്നെ ഇങ്ങനെ കാത്തിരിക്കാതെ പണ്ട് ഇതൊക്കെ തീർത്തുടായിരുന്നോ? ഈ 10 വർഷം എന്ത് കൊണയ്ക്കാനാണ് നീ കാത്തിരുന്നത്? പിന്നെ വന്നതിന്റെ ബിൽഡപ്പിൽ സല്ലു അവിടെ കിടന്ന് കുറെ കൊണയടിക്കും. അപ്പോഴാണ് പിന്നെയും ട്വിസ്റ്റ്. ജാക്കുലിൻ ഒരു പട്ടാള പടയുമായി അങ്ങോട്ടേക്ക് വരുന്നു. അതായത് ജാക്കുലിൻ ഒരു ഗവൺമെന്റ് ഏജന്റ് ആണ്. അനിലേട്ടനെ പിടികൂടാനായി ജാക്കുലിൻ കളിച്ച കളികളായിരുന്നു ഇതെല്ലാം. അങ്ങനെ ജാക്കുലിന്റെ ടീംസുമായി വെടിവെപ്പ് നടക്കുന്നതിനിടയിൽ ബോബിയും അനിലേട്ടനും കൂടി കാറിൽ കയറി രക്ഷപ്പെടും. അവരുടെ പുറകെ വെച്ച് പിടിച്ച സല്ലുഭായി മരുഭൂമിയിലെ ഷോർട്ട് കട്ട് കയറി അവരുടെ മുന്നിൽ വരും. എന്നിട്ട് അനിലേട്ടനെ എസ്കോർട്ട് വന്ന വണ്ടികളെല്ലാം സല്ലു തന്നെ വീട്ടിൽ ഡിസൈൻ ചെയ്ത മിസൈൽ വിട്ട് പൊട്ടിക്കും. എന്നിട്ട് ബോബിയും സല്ലുവും ജിമ്മിൽ പോയി പെരുപ്പിച്ചു കൂട്ടിയ മസിൽ കാണിക്കാൻ വേണ്ടി ആ കൊടും വെയിലത്ത് ഷർട്ട് ഊരിമാറ്റി വൻ ഇടി നടത്തും. അവസാനം സല്ലുവിന്റെ തള്ളു സഹിക്കാൻ വയ്യാതെ ബോബി അവസാനം സുല്ലു പറയും. അങ്ങനെ ബോബിയും അനിലേട്ടനെയും ജാക്കുലും വന്ന് പിടിച്ചുകൊണ്ടുപോകും. അതോടെ പടം തീർന്ന്.